ഇത് അക്ഷരത്തിന്റെ അനുഭവത്തിൽ നിന്നുള്ള ജീവിതമല്ല, ഇത് ആത്മാവിന്റെ നിറവിൽ ജീവിച്ചു പൂർത്തീകരിക്കേണ്ട ജീവിതമാണ്. അങ്ങനെയെങ്കിൽ അക്ഷരം കൊല്ലുമ്പോൾ ആത്മാവ് നമ്മെ അനുദിനം ജീവിപ്പിക്കും. 1-ാം നൂറ്റാണ്ടിലെ സഭ കർത്താവ് കൂടെ ഉണ്ടായിരുന്നപ്പോൾ ശിഷ്യന്മാരൊക്കെ ആരായിരുന്നു? വലിയ വിശ്വാസത്താൽ വളർന്നു. നമ്മൾ വളർന്നതിന്റെ മാനദണ്ഡം എന്താ? ഒരു വണ്ടിയില്ലാതെ തേരാപ്പാര നടന്ന സമയത്ത് വീട്ടിൽ വണ്ടി വന്നോ? വ്യവസ്ഥയില്ലാത്തത് ചിലതൊന്നും നീ ഏറ്റുപിടിക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി ഉള്ള പൊസിഷൻ, ദൈവം തന്ന സ്ഥാനങ്ങളും മാനങ്ങളും പദവികളും ഉയർച്ചകളും അത് കണ്ട് ദൈവസന്നിധിയിൽ അതിന്റെ മഹത്വത്തെ മനസ്സിലാക്കി വേണം ഒരു ദൈവകുഞ്ഞ് ഈ ഭൂമിയിൽ ജീവിപ്പാൻ. ലൂസ് എന്ന പട്ടണത്തില് തല ചായ്ച്ചപ്പോ സുഖം ഉണ്ടായിരുന്ന യാക്കോബിന് എന്തു വെച്ചാ തലയണ വെച്ചത്? കല്ലാണോ അമ്മയുടെ മടിത്തട്ടാണോ സുഖം? അമ്മയുടെ മടിത്തട്ടിൽ നിന്നറിയുമോ ദർശനം കാണാൻ പറ്റത്തില്ല. ചിലത് വിടേണ്ടത് വിട്ടാലേ ആമേൻ പ്രൈസ് ദി ലോർഡ് ദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതും ആ സ്വർഗീയ മഹത്വം കാണണമെങ്കിൽ ചില പാരമ്പര്യങ്ങളെ അവൻ വിട്ടുമാറണം. ഇന്ന് പകൽ ദൈവാത്മാവ് ശക്തമായിട്ട് പറയുകയാണ്, പാരമ്പര്യങ്ങളെ പൊളിച്ച് ദൈവഹിതത്തിലേക്ക് ആത്മാവിന്റെ നിയോഗപ്രകാരം നീ സഞ്ചരിച്ചാൽ കൃപ. ദൈവഹിതപ്രകാരം സഞ്ചരിച്ചപ്പോഴത്തേക്ക് ആ സ്ഥലത്തിന്റെ പേരേ മാറി. മനസ്സിലായോ? ഇതുവരെ ലൂസായിരുന്നു. ലൂസ് എന്ന പട്ടണത്തിന്റെ പേരെന്തായി? ബഥേൽ. പ്രൈസ് ദി ലോർഡ്. ദൈവകുഞ്ഞേ, ദൈവത്തിന്റെ ആലോചന ആമേൻ സ്തോത്രം, നീ ഇസഹാക്കിന്റെ ഭവനത്തിൽ അല്ല കിടക്കേണ്ടത്. ആമേൻ പ്രൈസ് ദി ലോർഡ്. അപ്പത്തിന്റെ ഭവനമായ ആമേൻ ദൈവത്തിന്റെ ഭവനമായ ആമേൻ ദൈവിക അനുഭവങ്ങളിലേക്കാണ് ആമേൻ ദൈവം ഇന്ന് പകൽ എന്നെയും നിങ്ങളെയും ആഗ്രഹിക്കുന്നത്. ആ ദർശനത്തിന് തടസ്സം വയ്ക്കാതെ ദൈവാലോചനയ്ക്കൊത്തവണ്ണം ഇന്ന് പകൽ നാം സഞ്ചരിപ്പാൻ തയ്യാറാകണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ ജയം. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് ലൂസിലേക്ക് വന്നപ്പം ലൂസിന്റെ പേരും മാറി, യാക്കോബിന്റെ പേരും മാറി. പ്രൈസ് ദി ലോർഡ്. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവർക്ക് സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. നമ്മുടെ കർത്താവ് തരാമെന്ന് പറഞ്ഞല്ലേ നമ്മളെ വിളിച്ചു ചേർത്തിരിച്ചത്. നമ്മുടെ പൊങ്ങച്ചൊന്നും കാണിക്കുന്നതല്ല ശുശ്രൂഷ, ഉള്ളത് കാണിക്കാനുള്ളതല്ല ശുശ്രൂഷ, തന്നത് കാണിക്കാനുള്ളതാ ശുശ്രൂഷ. തെളിവ്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തതെന്നാൽ. കർത്താവ് തരാതെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഗ്യാസ് അടിക്കാനേ പറ്റൂ. ഒരു കാര്യമില്ല, ഒരു വിടുതലും വരത്തില്ല. ആത്മനിറവിൽ എഴുന്നേറ്റ് സംസാരിച്ച ആമേൻ അന്തരാത്മാവിൽ ചലനങ്ങൾ ഉണ്ടാകും. ആത്മതലത്തിൽ ചൈതന്യം വെളിപ്പെടും. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഏത് വിഷയത്തിന്റെ ഭാരത്തോടെയാണോ ദൈവസന്നിധിയിൽ അവൻ ആയിരിക്കുന്നത്, അവരെ അവൻ വേഗത്തിൽ സഞ്ചരിക്കുന്ന, അവൻ പ്രവർത്തി തികച്ചു മടങ്ങി വരുന്ന ദൈവത്തിന്റെ ജീവനുള്ള വചനത്തിന്റെ ശക്തി അത് വെളിപ്പെട്ട് അത് സൗഖ്യമായി അത് വിടുതലായി വെളിപ്പെടും. കൃപയപ്പച്ച. ആത്മിക ആരാധനകൾക്കൊക്കെ വളരെ ആമേൻ സ്തോത്രം ദൈവകൃപയോടെ ചെയ്യണം. തൈലക്കാരന്റെ വിദ്യപ്രകാരം മാത്രമേ അഭിഷേക തൈലം ഉണ്ടാക്കാവുള്ളൂ, അല്ലാതെ അഭിഷേക തൈലം ഉണ്ടാക്കാൻ വ്യവസ്ഥയില്ല. അങ്ങനെ ഉണ്ടാക്കിയാൽ പ്രൈസ് ദി ലോർഡ് വ്യവസ്ഥ പ്രകാരം പുരോഹിതൻ കത്തിക്കേണ്ട ആമേൻ ആമേൻ സോദരം ആലയത്തിലെ ആമേൻ സോദരം അഗ്നി ആര് കത്തിച്ചു? ആലയത്തിന്റെ വിഷയം മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന്റെ അകത്തെ കാര്യം കൂടെ പറയുന്നത്. വിശ്വാസത്താൽ എന്ത് ചെയ്തു?
മോശ വളർന്നു. പഴയ ഓലമേഞ്ഞ വീടിന്റെ അനുഭവത്തിൽ നിന്ന് ഇപ്പോൾ ടെറസ് വീട് വന്നില്ലേ? പണ്ടില്ലായിരുന്നു, നാളില്ലായിരുന്നു ദൈവാസനെ, പണ്ടി തന്നില്ലേ? വളർന്നു. നമ്മള് ആരാധിക്കാൻ പ്രാരംഭത്തിൽ ഒരു സ്ഥലം ഉണ്ടായിരുന്നോ? ഇപ്പൊ ഇത്രയായോ? നമ്മൾ വളർന്നോ? വീട്ടിന്റെ സ്ഥിതികൾക്ക് മാറ്റം വന്നോ? തലമുറകളുടെ ജീവിതത്തിൽ വ്യത്യാസം വന്നോ? ആരോട് പറഞ്ഞയക്കുമെന്ന് ഭാരപ്പെട്ടിരുന്ന നാളിൽ, വേദനിച്ചിരുന്ന നാളിൽ, ആ തലമുറകളുടെ ഭാവി ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം കണ്ടറിഞ്ഞ എത്ര പേരുണ്ട്? രോഗം അവന്റെ ജീവനെ കാർന്നു തിന്നുമെന്നും ഇന്നേക്കുമായിട്ട് ഈ ഭൂപരപ്പിൽ നിന്ന് മാറ്റുമെന്ന് സാത്താൻ വെല്ലുവിളിച്ച് മുമ്പിൽ നിന്ന് സ്ഥാനത്ത് നിന്നും അവൻ പൈശാചിക തലത്തെ പൊട്ടിച്ച് പുറത്തു വന്ന് ജീവനോടെ ഇന്ന് പകലിലും ആരാധിപ്പാൻ ബലം തന്ന ദൈവം വിശ്വസ്തനല്ലേ? മോശയുടെ വളർച്ചയും നമ്മുടെ വളർച്ചയായി ഈ ഉപവാസ പ്രാർത്ഥനത്തിൽ ദൈവാത്മാവിനോട് സംസാരിക്കുന്നു. മോശ വിശ്വാസത്താൽ വളർന്നു. പ്രൈസ് ദി ലോർഡ്. അമ്മയും അപ്പനൊക്കെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്തിക്കോളും. വിശ്വാസത്തിൽ കുഞ്ഞുങ്ങൾ വളരണമെങ്കിൽ അപ്പനും അമ്മയും എന്ത് ചെയ്യണം? നമ്മുടെ കഷ്ടതകൾ അറിയണമെന്നേ. സജീവ് ബ്രദറിനെ അറിയാം. കുറച്ച് നാൾ ചെറുമുക്കിൽ താമസിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ജീവിച്ചത്. എന്റെ കുടുംബത്തിൽ നിന്ന് ഒരൊറ്റ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടവരല്ല. പെന്തക്കോസിൽ പോയെന്നും പറഞ്ഞ് ദേശം എല്ലാം പടിയടച്ച് വെളിയിലാക്കി. ഒത്തിരി നിന്ദകൾ, ഒത്തിരി പീഡകൾ. വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്തു. എന്നെ തള്ളിക്കളഞ്ഞില്ല കർത്താവ്, തള്ളിക്കളഞ്ഞില്ല. നോർത്ത് ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലേക്ക് തമ്പുരാൻ എന്നെ അയച്ചു. പ്രൈസ് ദി ലോർഡ്. വലിയ ക്രൂസേഡൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അവിടെ ഇവിടങ്ങളിൽ അയച്ചില്ല ആത്മാക്കൾ കർത്താവ് അവൻ ശുശ്രൂഷയാൽ അവൻ രക്ഷിക്കപ്പെടുവാൻ കർത്താവ് കൃപ നൽകി. 10-15 സംസ്ഥാനങ്ങൾ കഴിഞ്ഞ് നാട്ടിലേക്ക് ദൈവ സ്വദേശത്തേക്ക് മടങ്ങി വരുമെന്ന് 14 വർഷങ്ങൾക്ക് മുമ്പുള്ള ദൈവാലോചനയിലാണ് ഇന്നൊരു പൈനീർ പ്രവർത്തനവുമായിട്ട് ആറ്റിങ്ങൽ പട്ടണത്തിൽ പ്രാർത്ഥനയോടും പ്രത്യാശയോടുമായിരിക്കുന്നത്. മോശയ്ക്ക് വിശ്വാസത്താലും വളരാനുള്ള സാഹചര്യങ്ങളും മെറ്റീരിയൽസും നമ്മൾ നോക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസത്താൽ വളരാൻ ഇന്ന് കിട്ടുന്ന സംവിധാനങ്ങൾ കൂടെ നോക്കണം. കുഞ്ഞുങ്ങൾ വചനം പഠിച്ച് അവരാത്മീകരായി വളരണം. സൺഡേ സ്കൂള് ഭയങ്കര കാര്യമാണ്. ഞങ്ങൾക്കെന്നത് കിട്ടാതെ വളർന്നത് കൊണ്ട് നമുക്ക് വളരെ വേദനയാണ്. നിങ്ങൾക്ക് സൺഡേ സ്കൂൾ കിട്ടുന്നത് വലിയ അനുഗ്രഹമായിട്ട് വരണം. പക്ഷെ മഴ കണ്ട ചില പാരന്റ്സ് എന്ത് ചെയ്യത്തില്ല, അയ്യോ മഴയില്ല ഇന്ന് സൺഡേ സ്കൂളിന് വേണ്ട. സൺഡേ സ്കൂളുണ്ടോ? വേദപുസ്തകമുണ്ടോ? ബൈബിൾ ക്ലാസ്സുകളുണ്ടോ? സഭയ്ക്കകത്ത് ആമേൻ സ്തോത്രം ഉപദേശങ്ങളുണ്ടോ? ശാസനകളുണ്ടോ? നീതിയുടെ അഭ്യസനത്തിലേക്കുള്ള ജീവന്റെ മൊഴികൾ കിട്ടുന്നുണ്ടോ? കിട്ടിയിട്ട് ഉപയോഗിച്ചോ? മോശയ്ക്ക് എന്തുണ്ടായിരുന്നു? എന്റെ ചോദ്യം. മോശ ജനിക്കുന്നത് തന്നെ എവിടെയാണ്? ടീച്ചർ ഒരു വലിയ വടിയെടുത്തോണ്ട് സ്കൂളിൽ വന്നിട്ട് പറയടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വീശുമ്പോഴത്തേക്ക് നിങ്ങളുടെ വായി ഓട്ടോമാറ്റിക്കലി വരുമല്ലോ. അതെന്താ? ഇതിനോടൊരു വലിയ കാരണം അത് നമുക്ക് പഠിച്ച് ജോലി കിട്ടി പൈസ കിട്ടണല്ലേ. ഇതിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് കിട്ടത്തില്ലല്ലോ. ജോലി കിട്ടിയാലും ജോലിക്ക് ശേഷം മരിച്ചു പോകും. ഇത് കിട്ടിയാൽ മരിച്ചാലും ജീവിക്കും. നമ്മൾ ഗൂഗിൾ പേ ചെയ്താൽ എന്തെങ്കിലും ജ്വലിക്കും. എറിഞ്ഞു തന്ന ചിലതങ്ങ് ജ്വലിക്കും. ആ ജ്വലനമല്ല ഞാൻ ഉദ്ദേശിച്ചത്. കർത്താവിന്റെ പാദപീഠത്തിൽ നിന്ന് മുട്ടുമടക്കി കർത്താവ് ഇന്ന് ആ ദൈവദാസൻ അവൻ അപ്പുറത്ത് നോക്കി അവനൊരു ആലോചന പറഞ്ഞു, അതെനിക്ക് പ്രാപിക്കണം. നിയോഗത്തിനനുസരിച്ച് അങ്ങോട്ട് മാറിപ്പോ. യെരൂശലേമിൽ ശുശ്രൂഷിച്ചുകൊണ്ട് നിന്ന് ശുശ്രൂഷകന്മാരോടൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാൻ പറഞ്ഞു? നിങ്ങൾ കർത്താവിന്റെ ആലോചനയാണ്, നിങ്ങൾ യെരൂശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും പോണം. പക്ഷെ ഇവരെവിടെ ഇരുന്നു? ഈ ആലോചന കേട്ടിട്ട്
നമ്മൾ പലരും അങ്ങനെയാ. കർത്താവ് പോകാൻ പറഞ്ഞാലും പോകൂല, അവിടെ ഇരുന്നോളാം കുഴിമടിയന്മാര്. ഞാൻ എന്നെ കൂടെ പറയുന്നത്, പോകാൻ പറഞ്ഞപ്പോ പോകാത്തോണ്ട് കർത്താവ് എന്ത് ചെയ്തു? ഒരു പീഡനം അങ്ങോട്ട് അയച്ചോളൂ. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം. അപ്പൊ എല്ലാം കൂടെ കൂടും കുടുക്ക എടുത്തോണ്ട് നമുക്കങ്ങ് കരുതാൻ ഭയങ്കര ഇഷ്ടം. മക്കൾക്ക് വേണ്ടി കരുതല്, മാറ്റേ അങ്ങോട്ട് കരുതല്, ഇങ്ങോട്ട് കരുതല്, ആ കരുതല് കരുതിയതിന്റെ അനുഭവം അറിയാമോ? നമ്മൾ കരുതിയ നാറും, ദൈവം കരുതിയ നിലനിൽക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം കരുണ കാണിച്ച് ദൈവത്തിന്റെ കരുതലിന്റെ കരം കൂടാരവാതിൽക്കൽ എന്ത് ചെയ്തു? ഇറക്കി കൊടുത്തു. ഓർമ്മയുണ്ടോ? ജോസഫച്ചനും മറിയമാമച്ചിയും ചന്ദ്രൻ ചേട്ടനും യൂസഫും എല്ലാവരും കൂടെ ചേർന്ന് എന്ത് ചെയ്തു? വാരിക്കൂട്ടി റൂമുകളിലുള്ളത് എല്ലാത്തിലും നിറച്ചു. പ്രൈസ് ദി ലോർഡ്. എത്ര കുറെ ദിവസത്തേക്ക് വേണ്ടി കരുതി. എന്ത് ചെയ്തു? നാറിയില്ലേ? നമുക്ക് വേണ്ടി കർത്താവ് കരുതും. അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുക, അവൻ നമ്മെ പുലർത്തും. ദൈവത്തിന്റെ തേജസ് കാണുവാൻ ഒരുവൻ ആഗ്രഹിച്ചു. ആശ്ചര്യ കണ്ണുകൊണ്ട് തേജസ് കാണാൻ പറ്റില്ല. മോശ. അപ്പൊ തമ്പുരാൻ പറഞ്ഞെന്ത്? മോശേ, നീ കയറി വാ. എവിടെ? കൊടുമുടിയുടെ മലയുടെ മുകളില് 40 ദിവസം എന്ത് ചെയ്തു? ഒരു പുക കൊണ്ട് എന്ത് ചെയ്തു? അതിനെ മറച്ചു. ദൈവത്തിന്റെ ശക്തിയുടെ മറവിൽ അഭിഷിക്തനും ദൈവവും 40 ദിവസം കഴിഞ്ഞ് താഴ്വാരത്തിലേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, താഴെ നിൽക്കുന്ന ജനത്തിന് ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ തേജസ് അവൻ കാണുവാൻ ആഗ്രഹിച്ചവൻ ദൈവത്തിന്റെ തേജസ് വാരിച്ചുറ്റി താഴ്വാരത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവൻ നടത്തിയ ജനത്തിന് പോലും കാണുവാൻ കഴിയാത്ത നിലവാരത്തിൽ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭ മുങ്ങി അവർ മൂടുപടം അവർ ഇട്ടു. ഐശ്വര്യ മതി ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. മോശയോട് ദൈവം ഉറക്കെ പറഞ്ഞതെന്തെന്നാൽ, യഹോവ ഉച്ചത്തിൽ പറഞ്ഞതെന്ന്. എന്തിനാ യഹോവയ്ക്ക് ഉച്ചത്തിൽ അധികം പറഞ്ഞാൽ പോലെ? പ്രൈസ് ദി ലോർഡ്. നിന്റെ ആഗ്രഹം കാമൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്ന അവൻ ഹല്ലേലൂയ കെട്ടപ്പെട്ടവനായി, ദൈവിക ദർശനത്തിൽ കെട്ടപ്പെട്ടവനായി മോശ നടത്തിക്കൊണ്ടുവന്നപ്പോൾ പർവ്വതത്തിലേക്ക് കയറുമ്പോൾ അഹരോന്റെ കയ്യിലേക്ക് കൈമാറിയത് കെട്ടഴിഞ്ഞുപോയി. കെട്ടഴിഞ്ഞ വ്യവസ്ഥാപിതമായ ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ് ഇന്ന് പകൽ ദൈവസഭയെ. അവൻ മടങ്ങിവ, അവന്റെ പ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടവരായി, അവന്റെ വിശുദ്ധിയിൽ ബന്ധിക്കപ്പെട്ടവനായി, അവന്റെ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവരായി അനുഗ്രഹിക്കപ്പെട്ട ഒരാത്മതലത്തിലേക്ക് അവൻ ദൈവ കുഞ്ഞുങ്ങൾ മടങ്ങി വരുവാൻ ദൈവത്തിന്റെ ആത്മാവാലോചന കൈമാറുകയാണ്. ആർക്കും കിട്ടാത്തൊരു ശുശ്രൂഷ ഇന്ന് പകലിൽ പ്രൈസ് ദി ലോർഡ്. ആത്മാവ് ആമേൻ നമ്മെ എവിടേക്കാണോ നയിക്കുന്നത് അതിനൊത്തവണ്ണം ചുവട് വയ്ക്കുവാൻ തയ്യാറായാൽ മറ്റുള്ളവൻ ചെയ്യുന്നത് പോലെയല്ല, അസാധാരണമായ അവൻ ഒരു ദൃഷ്ടിയിലും ഒരു ഹൃദയത്തിലും വെളിപ്പെടാത്ത ദൈവ മഹത്വത്തിന്റെ പൂർത്തീകരണം നമ്മളിൽ വെളിപ്പെടും. കർത്താവേ, ആ വിശേഷ കൃപ തന്റെ ജനത്തിന്റെ മേൽ, തന്റെ ദാസീദാസന്മാരുടെ മേൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് കൈമാറുന്ന ദൈവകൃപയ്ക്കായി ദൂതൻ പറഞ്ഞ വാക്കിനൊത്തവണ്ണം ഗസയിലെത്തിയവനെ വിശേഷമായ ഓരോ ശുശ്രൂഷ ചെയ്തിട്ട് പിന്നെ അവൻ ഇഷ്ടപ്പെട്ടതുപോലെയല്ല പോയത്. ആമേൻ, ഹല്ലേലൂയ. ആത്മാവ് അവനെ എടുത്തോണ്ട് പോയി, അസ്തോദിലേക്ക് കൊണ്ടുപോയി. ഇന്ന് പകലിൽ അവൻ ദൈവാത്മാവിനും ദൈവശബ്ദത്തിനും ഒത്തവണ്ണം നഷ്ടപ്പെടുത്തു വച്ചാൽ അവൻ പിന്നെ നിയന്ത്രിക്കുന്നത് ആത്മാവാണ്. ആത്മാവിന്റെ ഒരു പുതുതലം ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. പഞ്ചഗ്രന്ഥം എഴുതിയതാരാണ്? മോശയാണ്. അപ്പൊ എന്തില്ല മോശയുടെ കാലത്ത്? എഴുതപ്പെട്ട വചനം ഇല്ല, കൂട്ടായ്മ ഇല്ല. കാരണം എന്താ?
അവർ അടിമദേശത്താണ്. ജനിക്കുമ്പോഴേ തന്നെ തട്ടിക്കളയാനുള്ള ഓർഡറുള്ള കാലത്താ മോശ ജനിക്കുന്നത്. പിന്നെ എങ്ങനെയായിരിക്കും മോശ ആ മിസ്രൈമിൽ ഒരു അന്യദേശത്ത് വിശ്വാസത്താൽ വളർന്നത്? സ്തോത്രം. മാതാപിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്താനാ, വിശ്വാസത്തിന്റെ ജീവിതം പഠിപ്പിക്കുക. ഒരുത്തൻ റീലെടുക്കാനായിട്ട് കവിയൂര് ആ പമ്പയാറ്റിന്റെ അവിടെ പോയതാ റീലെടുക്കാൻ, വിശ്വാസി. അപ്പ താന്നതാണ്. ഇന്ന് രാവിലെ 7 മണിക്ക് ചെളിയിൽ തൂക്കി പുറത്തെടുത്ത പ്ലസ് 2 വിദ്യാർത്ഥി. വഷളത്തം നിറഞ്ഞ, ദൈവഭയമില്ലാത്ത, മാതാപിതാക്കളെ അനുസരിക്കാത്ത, അവൻ ദൈവസഭയ്ക്ക് മാനം കൊടുക്കാതെ തോന്നിയതുപോലെ നടന്നാൽ ദൈവത്തിന്റെ ന്യായവിധി അവൻ അവിടെ മേൽ ഇറങ്ങുമെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ശക്തമായി ദൂത് കൈമാറുകയാ. കർത്താവേ, ഇസ്രായേൽ ജനം തങ്ങളുടെ കിന്നരങ്ങൾ അരവൃക്ഷത്തിന്റെ ചുവട്ടിൽ തൂക്കിയിട്ടുകൊണ്ട് അവൻ പണ്ടത്തെ ഒരു കാലം അവനെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളോട് കൂടിയവൻ, വെള്ളോടിന് സദൃശ്യമായ പാദങ്ങളോട് കൂടിയവൻ, അവൻ നിന്നെ കാണുന്നെന്ന് പകൽ അവൻ ഓർത്തുകൊള്ളുക. അവനോട് മനസ്സലിവ് തോന്നിയെന്ന് എഴുതിയിരിക്കുന്നത്. അലിവ് ചില കഠിന ഹൃദയങ്ങളെയൊക്കെ ദൈവാത്മാവ് ഇന്ന് പകൽ എന്ത് ചെയ്യുക? കൂട്ടായ്മയ്ക്ക് വിരോധമായി കാഠിന്യപ്പെടുത്തുന്ന അന്ധകാര മണ്ഡലങ്ങളെ, ദുർഭൂത ശക്തികളെ ആത്മാവിൽ ആരാധിക്കുവാൻ, അതിനെ പൊളിക്കുവാൻ, അതിന്റെ അതിരിനെ തകർക്കുവാൻ ആരൊരുക്കമുണ്ട്? ഈ ഉപവാസ പ്രാർത്ഥന അവസാനിക്കുമ്പോൾ അതിന്റെ വിടുതലുകൾ നാം കാണാൻ പോവുകയാണ്. വിരോധമായി എഴുന്നേൽക്കുന്ന മന്ത്രവാദ ശക്തികൾ, ആഭിചാര പോരുകൾ ഇന്ന് പകലിൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് തകരപ്പെടട്ടെ. ദേശം സുവിശേഷത്തിന്റെ മഹത്വത്താൽ അവൻ പ്രശോഭിക്കട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോശ പോയിട്ട് പറഞ്ഞു. അപ്പൊ സഹോദരിയും കൂടെ ഒളിച്ചു നോക്കിക്കൊണ്ടിരുന്നു. സഹോദരൻ എന്താ സഹോദരിയാണെങ്കിൽ ഓണെങ്കിൽ പോട്ടറാ, ബാക്കി എനിക്ക് കിട്ടുമല്ലോ അല്ലേ അവകാശം. സഹോദരൻ പോയി അവരാരെയും കൊണ്ട് പാല് കുടിപ്പിക്കാന്ന് പറഞ്ഞ് അപ്പൊ വളർത്താനായിട്ട് കൊടുത്തു. പിന്നെ പൈതൽ വളർന്ന ശേഷം മകനായി കൊട്ടാരത്തിൽ വളർത്തിയതാണ്. 6 മാസം ഒരു കുഞ്ഞിന് പാല് കുടിക്കാൻ കൊടുക്കുന്ന സമയം 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കും, കട്ടിയായത് കൊടുക്കും. ആ സമയമായപ്പോഴത്തേക്കാണ് കിട്ടിയ ഈ 6 മാസം മോശയുടെ അമ്മയുടെ പ്രാർത്ഥനയും ഇസ്രായേലിൽ അവൻ ദൈവം ചെയ്ത അത്ഭുതങ്ങളും തൻ്റെ പിതാക്കന്മാരെ നടത്തിയ അനുഭവങ്ങളും ഇവനിന് നാളെ വേറൊരു കൾച്ചറിൽ വളരാൻ പോവുകയാണ്. അവൻ അറിയാത്ത ഒരു സമൂഹത്തിന്റെ നടുവിലേക്ക് പോവുകയാണ്, എന്നിൽ നിന്ന് അന്യപ്പെട്ടു പോവുകയാണ്. എന്നാൽ അതിനു മുന്നമേ ഈ വാത്സല്യ മാതാവ് എന്ത് ചെയ്യുക? അവൻ ഇസ്രായേലിന്റെ മഹത്വമുള്ള ദൈവത്തെ, അവൻ സർവശക്തനെ കൂടെ അവൻ ഭക്ഷണം കൊടുക്കുമ്പോഴും ഊട്ടുമ്പോഴും ഉറക്കുമ്പോഴും ഒക്കെ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവാം, അവൻ ഈ കേട്ട അല്പമായ അറിവിൽ മിസ്രൈമിൽ വളർന്നു. തന്റെ സഹോദരന്മാരുടെ അവസ്ഥ എന്താണെന്ന് കാണുവാൻ അവിടെ വായിച്ചു നോക്കിയാൽ പോയി. മിസ്രൈമിലെ സകല ജ്ഞാനങ്ങളും അഭ്യസിച്ചു. ദൈവം പറയുകയാണ്, അവൻ മിസ്രൈമിലെ മോശയെ നിന്നെ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടത് മിദ്യാനിലെ മോശയാണ്. പണവും അറിവും പ്രൈസലോട് ബിഡിയും ആമേൻ സ്വോത്രം എസ്ഡിയും എംഡിയും ബിടിഎച്ചും സിടിഎച്ചും ആമേൻ ഡിടിഎച്ച് എന്നും എടുത്തിട്ടെന്നും ആമേൻ സ്വോത്രം ഹല്ലേലൂയ പ്രസംഗത്തിൽ വൈഭവം കാണിക്കുന്നവനെ അല്ല ദൈവത്തിന് ആവശ്യം. കർത്താവേ, എനിക്കിതിന് പ്രാപ്തനല്ല, എനിക്കിതിന് കഴിവില്ല, യോഗ്യതയില്ല, ഞാൻ പലതിലും അവിശ്വസ്തനാകുന്നു, എങ്കിലും എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയിലേക്ക് കൈമാറ്റുന്ന ഒരു ദൈവം. വിശ്വാസത്തിൽ വളരാതെ വിശ്വാസത്തിന്റെ ജീവിതം ജീവിക്കാൻ പറ്റത്തില്ല.
വിശ്വാസത്തിന്റെ ജീവിതം ജീവിക്കാത്തവന് വിശ്വാസത്തിന്റെ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയത്തില്ല, പരാജയപ്പെടും. പ്രൈസ് ദി ലോർഡ്. നാം മടങ്ങി വരണം, വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് മടങ്ങി വരണം. വിശ്വാസ ജീവിതത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. നമ്മുടെ തലമുറകളിൽ അവന്റെ അമ്മ ലോവീസിലും അവൻ യുനീക്കയിലും അവൻ മൂന്നാം തലമുറയായ അവൻ തിമോത്തിയോസിലും അവൻ വെളിപ്പെട്ട സഭയുടെ അവൻ നടുതൂണായി അവൻ ശുശ്രൂഷയുടെ മഹത്വം വെളിപ്പെടുത്തിയ ഒരു മൂന്നാം തലമുറയുടെ ആത്മീയ അനുഭവം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്.